പണിതെന്ന് കൊടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ആ സ്ഥലം ഞാൻ പിന്നെ ഞാനുള്ള 5.5 ഏക്കർ സ്ഥലം ഞാൻ പണിത സ്ഥലം ₹1 കപ്പ വീഴ്ചനും പണിത സ്ഥലം ഞാൻ 5.5 ഏക്കർ വിലയ്ക്ക് മേടിക്കുകയായത്. അത് വിറ്റിട്ടൊരു 5 കൊല്ലമേ ആയുള്ളൂ. തെളിവെക്കലിൻ്റെ സ്ഥലം അവരുടെ 113 ഏക്കറിൽ അതിന് നേർപകുതി ഞാനും ചൂരക്കാരനാണ് കൂടിയാണ് വിറ്റ് കൊടുത്തത്. ജോസിൻ്റെ തെളിവെക്കലിൻ്റെ മൂത്ത മകൻ്റെ പുള്ളി അവിടെ പിന്നെ എച്ച് എം എന്നാ എറണാകുളത്ത് വാച്ചികട അവിടുത്തെ വലിയ മാനേജരായിരുന്നു. അപ്പോൾ നമ്മളോട് അത്രയും സുഹൃത്തുക്കായിരുന്നു പുള്ളിയുടെ. മൂത്തവൻ രണ്ടാമത്തവൻ ജോർജ് വക്കീൽ, അവൻ്റെ സ്ഥലം പിന്നെ അതിനുമ്പോഴത്തെ ജോസ് എന്ന് പറഞ്ഞ കച്ചവടക്കാരനാണ് മേടിച്ചത്. അവൻ്റെ മകൻ ഒരു വക്കീലാണ്, ഒരു ചെറുക്കനേ ഉള്ളൂ. അവൻ കള്ളുകുടിയനും നല്ല പിള്ളായിട്ട് പോയി. അവന് കുഴപ്പമില്ല, അത് ചെറിയ വിലയ്ക്ക് മേടിച്ച ജോസ്, അങ്ങനെ അത് മൊത്തം മേടിച്ചത്. അപ്പോൾ അവിടെ അന്ന് പണിയാൻ പോയ സ്ഥലമാണ് ഞാൻ 5.5 ഏക്കർ സ്ഥലം ഞാൻ വിലയ്ക്ക് മേടിച്ചത്. 3 ദിവസമേ പോയുള്ളൂ. 3 ദിവസം ഞാൻ ബൈക്കൊന്നും കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ പിള്ളേ കുട്ടപ്പനും ഒക്കെ ഉണ്ടല്ലോ കുഴിയിലെ, കുട്ടപ്പൻ ചാക്കോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിങ്ങളെ ചെയ്യുന്നവരായിരിക്കും. അല്ല, അവരെൻ്റെ പ്രായക്കാരാണ്, നമുക്ക് അറിയില്ല. അപ്പോൾ അവരൊക്കെ പണിയാൻ പോകും. അപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ പോയി. അപ്പോൾ കപ്പ വെച്ചും തരും, കാപ്പിയും തരും, ₹1 തരും, വലിയവർക്ക് ₹1 കൊടുക്കും. അങ്ങനെ മനസ്സിക്കണ്ടോന്ന് പറഞ്ഞാൽ അത് കണ്ട നേരത്തുമായി. ഈ പറഞ്ഞ സമയത്ത് 17 വയസ്സായല്ലോ, അന്നേരം വലിയ ആളായല്ലോ. 10-15 വയസ്സില്ലേ? അന്നേരം വലിയ ആളിൻ്റെ കൂലി തരികയില്ല. വലിയ ആളിൻ്റെ കൂലി ഇല്ല, അതൊന്നും തരികയില്ല. ₹1 ഉള്ളൂ. ₹1 വലിയവർക്ക് ₹1. വലിയവർക്ക് ₹1. അതന്ന് മെയിനും അതായത് വലിയ മൂല്യം അന്ന് അല്ലേ? ഞാൻ ₹3 ₹2 പണിപ്പിച്ചിട്ടുള്ള കണ്ടെത്തി പണിയോ ഇത്രേ ഉള്ളല്ലോ. അങ്ങനെ 3 ദിവസം പണിതുള്ള അവിടെ ഒരാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞേ. അത് ഞാൻ തിരിച്ചു പോയി പല സ്ഥലത്ത് അവിടെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ പിന്നെ വൈക്കത്തെ ഈ ചുറ്റുപാട് മുഴുവൻ ഈ ചോവന്മാരുടെ വീടാണ്. അവിടെ വേറെ 2-3 മാപ്പിളവർ കുറച്ച് മാറിയേ ഉള്ളൂ. അവർക്ക് വലിയ വശമില്ലാത്ത എല്ലാം ഒരു ചീര ചോത്തി ഒരു താത അങ്ങനെ 4-5 പേരുണ്ട് ചുറ്റിലേ. നല്ല സ്നേഹമുള്ള ആൾക്കാർ, നല്ല സഹകരണം. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കല്ല, അമ്മായി മേല രോഗിയാണ്. അച്ഛൻ രാവിലെ ഇവരുടെ മേൽനോട്ടത്തിന് പോകുമ്പോൾ ഞാൻ മാത്രമേ പിന്നെ വീട്ടിലുള്ളൂ. അപ്പോൾ ഈ പിള്ളേർ എൻ്റെ കൂട്ടി ദാമോദരൻ എന്നൊക്കെ പറഞ്ഞു 3-4 കൂട്ടുകാരൻ അവിടെ വരും. അങ്ങനെ ഒന്നിച്ച് കഴിയുന്നത്. ഈ ദാമോദരൻ എന്ന് പറഞ്ഞവൻ അന്ന് അവിടെ ഉള്ള അവർക്ക് മുഴുവൻ മറ്റൊന്ന് മിഷൻ്റെ പരിപാടിയില്ല, ഇതേ ഉള്ളൂ, ഈ തടി ഇറക്കൽ. അപ്പോൾ അതിൻ്റെ അടിയിരുന്ന് തള്ളിക്കൊടുക്കാൻ പിള്ളേരെ വലിയ മുകളിൽ നിൽക്കും. അപ്പോൾ ഇവനെല്ലാം അങ്ങനെ ഇറക്കാനൊക്കെ പോകും. അപ്പോൾ ഒരു വശമില്ലാത്ത പാർട്ടി അവരൊക്കെ. അപ്പം അച്ഛന് ഈ കൃഷിയെല്ലാം കൊണ്ട് നെല്ലൊക്കെ കൊണ്ടുവന്ന് ഈ പെട്ടിക്കകത്തിട്ടേക്കും. ഒരു പെട്ടി വലിയ പത്താഴം പോലെ സാധനമുണ്ട്. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ഈ കള്ള് കുടിക്കും. പുള്ളി തിങ്കളേ കുടിക്കുള്ളൂ, വേറൊന്നും ഇല്ലെന്ന്. അത് 2 നേരം കുടിക്കും. അത് എന്നിട്ട് പുള്ളി ഇഷ്ടം പോലെ പണി ചെയ്യും, എല്ലാ പരിപാടിയും ചെയ്യും. ഇവരുടെ കൃഷി നോക്കും, കാര്യങ്ങൾ നടത്തും. അതിനോട് സ്വന്തമായിട്ട് കൃഷിയുണ്ട്, ആ നെല്ലൊക്കെ കൊണ്ട് കിടക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ചുറ്റുപാടുള്ള ഒരു കഞ്ഞി വെക്കാനുണ്ട്, കുടിക്കാൻ ഒരു വശവുമില്ല അവർക്ക്. ഞാനൊരു ദിവസം അച്ഛൻ ഈ പത്താഴം തുറന്ന് അതിനകത്ത് അച്ഛൻ്റെ പെട്ടിയിരിക്കണത്, പൈസ വെക്കണ പെട്ടി. അതെടുത്താണ്ട് പരിപാടിക്ക് ചെയ്തിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആ പത്താഴം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ടിപ്പത്താഴം പോലുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ പിടുത്തം ഈ വയസ്സ് പൂട്ടും അങ്ങോട്ട് ഈ തടിയതിനായിട്ട് കാലിങ്ങനെ തറച്ചിരിക്കുക. അതായത് ഇതിൻ്റെ അടുത്തേക്ക് തള്ളിയിട്ട് ഇവിടെ പൂട്ടുന്നത് പൊങ്ങിയാൽ. അപ്പോൾ ഒരു ദിവസം ഞാനായിരുന്നു ചെന്നാൽ ഈ ഇങ്ങോട്ട് ഇരിക്കണ കാല് രണ്ടും ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് പുള്ളി അതുപോലെ അങ്ങോട്ട് തള്ളി കയറ്റിയിട്ട് പൂട്ടി. അപ്പോൾ ഇവിടെ പൊക്കി അങ്ങ് പൊങ്ങിപ്പോരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുറച്ച് നെല്ല് വാരി അമ്മായി പറഞ്ഞിട്ടാണ്, അമ്മായി കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അതിലൊക്കെ മുഴുവൻ കൊണ്ട് കൊടുത്ത്. അത് കാൻ കുടിക്കാൻ നെല്ലായിട്ട് ഒത്തിരി എനിക്കറിയാൻ അതുകൊണ്ട് വിശേഷ ദിവസമൊക്കെ അടുത്ത് വന്നപ്പോഴാണ് എന്താ ഇത് കൊണ്ട് പോവാ നീ കൊടുത്തോളം പറഞ്ഞു. അങ്ങനെ ആ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പിന്നെ പല പ്രാവശ്യമായിട്ട് നിങ്ങളെ എങ്ങനെ സഹായിക്കും. അങ്ങനെയായി എങ്ങനെയോ പുള്ളി ഇത് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊന്നും തിരിയല, കയറി പോകാമെന്നാണ് പറഞ്ഞത്. ഇല്ല, പെങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് ഭക്ഷണം തിരിയാലായി, പ്രശ്നമായി, കുഴപ്പമായി. അന്നേരം അന്ന് ഈ റോഡ് പണി കോൺക്രീറ്റ് ഉണ്ടായി, മെറ്റിലിട്ട് ഈ ടാറിങ് പരിപാടി പൊടിഞ്ഞുകൊണ്ട് വടക്കൊക്കെ അവർ ഇങ്ങോട്ട് നടക്കാം നേരെ വല്ലാത്തേക്ക്. അപ്പോൾ അതിരാവിലെ ആൾക്കാരെല്ലാം ഇന്ന് പേര് കൊടുക്കും പണിക്കുള്ളത്. അന്ന് 10-15 പിന്നെ 16 വയസ്സായി. പേര് കൊടുത്തു കഴിഞ്ഞാൽ അവർ പേര് വിളിക്കുമ്പോൾ ചെന്ന് പണിയാൻ കൂടി അന്നാണ്ടും അത് ഈ പറഞ്ഞാൽ ഇച്ചിരി പൈസ
ശകലം പൈസ കിട്ടുള്ളൂ. അങ്ങനെ തരും, എല്ലാവർക്കും കൊടുക്കും. 1 രൂപ അങ്ങനെ കിട്ടും. അതിന് ഭക്ഷണമോ അവർ തരുമോ? ഭക്ഷണമൊന്നും തരികയില്ല. ഭക്ഷണം നിവൃത്തിയിലാവുന്നപ്പോഴാണ് ഈ പണിക്ക് പോയത്. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ കൊടുത്തു. 3-4 ദിവസം ആ പരിപാടിക്ക് കൂടി. നമ്മൾ വീട്ടിലും ഭക്ഷണമില്ല, അവിടെയും ഭക്ഷണമില്ല. അന്നേരം എവിടെ നിന്ന് ഭക്ഷണം? അത് കേൾക്ക്, ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചുവന്നോട് കൊടുത്താൽ മതി. അവരിങ്ങനെ ഇങ്ങനെ വിരിച്ചോളും. താറിങ്ങനെ ഒഴിച്ചിട്ട് മറ്റേ വലിയ അമ്മാവൻ വണ്ടിയില്ല, അത് ടൂർട്ടുവാ, മിഷനല്ല, മനുഷ്യൻ മരിച്ചുകൊണ്ടാക്കുക. അങ്ങനെ അന്ന് താറിങ്ങി. അപ്പോൾ അതിന് കിട്ടുന്ന മുളക് പൊടിയോ പരിപ്പ് പൊടിയോ എല്ലാം വല്ലതും മേടിച്ച് വെള്ളവും കുടിക്കും. അതായിരുന്നു ഭക്ഷണം. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ തെങ്ങുണ്ട്, ഇഷ്ടം പോലെ ചെറുതെങ്ങും ഒക്കെ ഉണ്ട്. അല്ല, അന്നേരം കിടക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് പോവോ രാത്രി? കിടക്കുന്ന അവിടെ പോയി കിടന്നു. എല്ലാം പിന്നെ താമരൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമല്ലേ, അയലോകത്തെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ചെറുതെങ്ങൊക്കെ ആണെന്ന് നമ്മൾ തന്നെ ഒട്ടക്കാരി ചവിട്ടി കയറിയിട്ട് 2 എണ്ണം കടിച്ച് പിടിക്കുന്ന എണ്ണം കരി പിടിക്കുമ്പോൾ അതൊക്കെ ഇറങ്ങും, താഴെ വരും, കരിക്കെടുത്തോണ്ട് വരും. എന്നിട്ട് ഈ കുളമുണ്ട് ഇഷ്ടം പോലെ. അത് ഈ വെള്ളം പരിക്കണ കുളമുണ്ട്, വെള്ളം ഇല്ലാത്ത കുളമുണ്ട്. വെള്ളം എല്ലാ വർഷവും ഇങ്ങനെ വെട്ടിക്കയറ്റി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ വെട്ടാതിരിക്കും. ആ കുളത്തിനകത്ത് ഇറങ്ങി നിന്നിട്ട് ഈ കരിക്ക് ഇങ്ങനെ വെട്ടി എടുത്തിട്ട് അതിനകത്ത് കഴിക്കും. എന്നിട്ട് കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ മാന്തിയിട്ട് കരിക്കിൻ്റെ തൊണ്ണനകത്തോട്ട് വെച്ചിട്ട് അടയ്ക്കും. അങ്ങനെ ഒരാഴ്ചയോളം കഴിഞ്ഞു കൂടി. അത് കഴിഞ്ഞ് രാവിലെ അന്നേരം അമ്മയെ കാണാൻ ഞങ്ങൾ ചെല്ലും, അച്ഛനില്ലാത്തപ്പോൾ. ഒരു ദിവസം രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ഉണ്ടായിരുന്നു ആ പാല് ഷർട്ടും 2-3 മുണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം ഞാൻ കത്തിച്ചിട്ടിട്ടുണ്ട് അവിടെ. അപ്പം പുള്ളി പലപ്പോഴും തന്നെല്ലാം കഴിവ് പോകാമെന്ന് പറയും, എപ്പോഴും പറയും. പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ഞാനവിടെ നിന്ന് പാകപ്പാടെ വിഷമിച്ചു. ഇനി ഇവിടെ നിന്ന് അരസ്റ്റേന്ന് എനിക്ക് തോന്നി. 10 പൈസയും കയ്യിലില്ല. അമ്മായിക്കാണെങ്കിൽ തീർത്ത് വയ്യ, അമ്മായിക്ക് പാലം ചെയ്യണമെന്നുണ്ട്, പുള്ളിക്ക് ആദ്യം മാർഗവും ഇല്ല. അവിടെ നിന്ന് ഞാൻ നമ്മുടെ ഇവിടെ നിന്നൊരു അച്ചാനുള്ള കാലത്ത് കഞ്ഞി വെക്കാനായിട്ട് അരി വെക്കാനായിട്ട് ചെമ്പുകാലം ഈയം പൂശി വെച്ചേക്കും. അത് ആരെക്കൊണ്ട് പൂശി നോക്കുന്നില്ല, പൂശുന്നത്. ആ ഒരു കലകൂടെ ഇരിപ്പുണ്ട്. അവിടെ കൊണ്ടുപോയായിരുന്നു ഞങ്ങൾ, വൈക്കത്തേക്ക് കൊണ്ടുപോയി അവിടെ അരി വെക്കാനായിട്ട്. ഞാൻ ആ ചെമ്പുകലെടുത്ത് കരിയെല്ലാം തേച്ച് കഴുകി, തൊട്ടിപ്പുറത്ത് കുളമുണ്ട്, ആ കുളത്തിനകത്തെല്ലാം കഴുകിയെടുത്തിട്ട് ഒരു തോർത്ത് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല, മറ്റെല്ലാം കത്തിച്ചളഞ്ഞല്ലേ. ഇതും കയ്യിലെടുത്ത് നേരെ വിട്ടു, പടിഞ്ഞാറാക്കി വിട്ടു. അമ്മയോട് യാത്രയും പറഞ്ഞ് പോരും, അമ്മായിയോട് പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് കലവും കൊണ്ട് പോകുന്നു. അവിടെ വന്ന് പടിഞ്ഞാറ വന്നപ്പം ഒരു കൊച്ചുണ്ണിയും ഒരു മേത്തനാണ്, വലിയൊരു വേറെ കട എപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ. അവർക്ക് ഇതിൻ്റെ ഈ ഊട്ടുപാത്രവും ചെമ്പും എല്ലാം കച്ചവടമുണ്ട്, എപ്പോഴും ഉണ്ടാ കട. മക്കളാണുണ്ട്. ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അതിന് കിട്ടിയ പൈസയ്ക്ക് മൊത്തം ഇങ്ങോട്ട് മാറി ആ സ്വാമിയുടെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ കടയിൽ കയറി ഒരു ഷർട്ടും തുണിയെടുത്ത് അന്നേരം തയ്ച്ച് ഒരു മുണ്ടും എല്ലാം കൂടെ മേടിച്ച് കഴിഞ്ഞിട്ട് 1000 രൂപ മിച്ചമുണ്ട്. 1000 രൂപ വേണം ബോട്ടുകൂലി കടത്തുള്ള മുന്നോട്ട് പോകാനായിട്ട്. വേറെ പൈസ ഇല്ല. നല്ലപോലെ വിശക്കുന്നുമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ വണ്ടി ഈ കടത്തുകൂലി കാശില്ല. നമ്മുടെ പടിഞ്ഞാറെ വൈക്കത്തെ അമ്പലത്തിൻ്റെ തെക്കനാട വന്നു കഴിഞ്ഞപ്പോൾ മതിയാവുന്ന തൂട്ടക്കത്തോട്ട് പോരുന്നത്. തെക്കനാട വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും ആ കാലത്ത് ദൈവത്തിൻ്റെ ദൈവസഹായത്തിൻ്റെ ഹോട്ടലുണ്ട് അവിടെ. അപ്പം നമ്മളെ അറിയൊന്നുമില്ല, നമുക്കത് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. ഞാനിങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് തെക്കോട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഈ വലത്തെ സൈഡിൽ നമുക്ക് 1 രൂപ കിടപ്പുണ്ട്, ആ താഴത്ത് റോഡിൽ കിടപ്പുണ്ട്. ഞാനുടനെ 1 രൂപ എടുത്ത് 1 രൂപ തൊട്ടെടുത്ത് ആ കടയിൽ കയറി. നമ്മളെവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയാം, ഒന്നുമില്ല. 1 രൂപ മതി ഒന്ന് ഉണ്ണാൻ. അവിടെ നിന്ന് ചോറ് വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ കടത്തോളത്തെ കയറി പുരിന്തിരത്തിന് പോകുന്നു. പറയട്ടെ, ഈ പട്ടിണി കിടന്ന ആളുകളെ സഹായിച്ചതിൻ്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന സുഖമായ ജീവിതം ത്യജിച്ച് പോരേണ്ടി വന്നത്. അല്ല, നമ്മൾ അവിടെ ജീവിച്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. വേറെ ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കണത് നമ്മൾ തന്നെയാണല്ലോ, ഭക്ഷണം ഉണ്ടാക്കണമൊക്കെ. പക്ഷെ പോക്കട ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ നിന്ന് പോയത്. ഇത് എന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ലാത്ത നമുക്ക് മറ്റു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അച്ഛനത് മനസ്സിലാക്കിയില്ല. നമ്മളിത് കത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാൽ നമുക്ക് ശരിയായല്ലോ, പിന്നെ ജീവിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ പോലും ആയത്. അങ്ങനെ ഈ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നു, നടന്നു പോന്നു. അന്ന് നടന്നു പോരുന്നത് അല്ല, നമ്മൾ തോട്ടക്കത്ത് വന്നു, കമ്പനി വെള്ളത്തെ കയറി കളമ്പാട്ട് വന്നു, കളമ്പാട്ട് നടന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് കമ്പനി വെള്ളത്തേക്ക് ഇന്ന് കമ്പനി വെള്ളമില്ല, കളമ്പാട്ടേക്കുണ്ട്. അങ്ങനെയാ തിരിച്ചാണ് കളമ്പാട്ട് വന്ന പാലയില്ലല്ലോ. ഇല്ല. അങ്ങനെയാണ് ഇവിടെ തിരിച്ചു വരുന്നത്. ഇപ്പുറത്ത് ഇറങ്ങുമായിരിക്കും, അന്നേരം പാലം കിടക്കണ്ടല്ലോ. ഈ സൈഡിൽ ഇറങ്ങിയിട്ട് നടന്നു പോകും. അന്ന് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കൂടിയാണോ വഴി? പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കൂടി ഇപ്പോൾ കാണുന്ന ഈ റോഡാണോ അന്നുള്ളത്? അല്ലല്ലോ.
റോഡല്ല നിങ്ങൾ ചെറിയ വഴിയാണ് അത്. അതേ തീയത്തമ്പലത്തിൻ്റെ അതിലാണ്ടൊക്കെയാണ് അതിലേ പോരും. ആ അമ്പലത്തിൻ്റെ നമ്മുടെ അതിലേക്ക് ഇറങ്ങി ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഇരിക്കുന്ന അപ്പുറത്തെ വഴി മാറ്റിയ അതിലൂടെ ഇങ്ങനെ വന്ന് ഈ ഇവരെ പണ്ടാരന്മാരുടെ ഇതിലൂടെ ഇങ്ങനെ ഇവിടെ ചോരത്തെ കിഴക്കച്ചോരത്തോടെ വന്ന് അവിടെ വന്ന് കയറി അങ്ങനെ പോയിരുന്നു. എളുപ്പ വഴിയാണ്. മറ്റേ വഴിയൊന്നുമില്ല, അത് പിന്നീടുണ്ടായ വഴിയല്ലേ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തു എല്ലാം കയ്യിലടക്കി ഇവിടുത്തെ പേരപ്പൻ ഇവിടെ അധീപനായിട്ട് വാഴുവാണ്. പേരപ്പൻ്റെ ബാധ്യതകളെല്ലാം പേരപ്പനെ പറഞ്ഞു വിട്ടു, നേരത്തെ തന്നെ പോയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിൻ്റെ ബാധ്യത അവർ തീർന്നല്ലോ. പിന്നെ നമ്മൾ ഇത്ര വർഷത്തേക്കായിരുന്നു അത് ഞാൻ വരുന്നതിൻ്റെ ഒക്കെ 2-3 കൊല്ലം പിന്നെ എല്ലാം ബാധ്യത തീർന്നായിരുന്നു. നമ്മൾ അടച്ചോ അല്ല, അവർ പാട്ടത്തിന് എടുത്ത് നമ്മൾ ആദായം എടുത്ത് ഞാൻ ചെയ്തില്ല. പിന്നെ അച്ഛൻ വിറ്റുകൊണ്ട സാധനങ്ങളെല്ലാം പുള്ളി എടുത്ത് അതിൻ്റെ സാധനം എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ അതിൻ്റെ പാത്രം അളക്കുന്ന സാധനമൊക്കെ ഇരിപ്പുള്ളൂ, വേറൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും കച്ചവടം ഇവിടെ തുടരുക അല്ലേ? കച്ചവടമൊന്നുമില്ല, നേരം ഒന്നും എല്ലാം ഒഴിവായി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ലാസ്റ്റ് ഞാൻ നമ്മുടെ കൊച്ചിരി സാറായിരുന്നു ഇവിടെ താമസിച്ചത്. കൊച്ചിരി സാറിന് ഓരോങ്കാരൻ സാർ ഇവിടെ പഠിപ്പിക്കാൻ വന്നായിരുന്നു. വാടകയ്ക്ക് കൊടുത്ത് താമസിച്ചുകൊണ്ടിരുന്നു. സാറ് ഇരിക്കുന്ന കാലത്താണ് വരുന്നത്. വാടകയ്ക്ക് കൊടുത്തത് ആരാ? കുടിച്ചേട്ടനാണോ കൊടുത്തത്, പേരപ്പനാണോ കൊടുത്തത്? വാടകയ്ക്ക് ഞാനാ കൊടുത്തത് നേരിട്ട്. അപ്പം അങ്ങനെ സാറ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് അപ്പം പെരയെല്ലാം നനയും ചൂടൊക്കെ ചെയ്യും. പിന്നെ അത് കെട്ടണം, അതിന് 10 പൈസ കയ്യിലില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒരു 5-6 മാസത്തോളം ഇവിടെ താമസിച്ചു. ഒറ്റയ്ക്കാണ്. ഭക്ഷണം എങ്ങനെയായിരുന്നു? അല്ല, ഭക്ഷണം അന്ന് നമ്മുടെ പെങ്ങള് അളിയനും കൂടെ വന്ന് ഇവിടെ താമസം ഉണ്ടായിരുന്നു. അടക്കപ്പുറത്ത് പിന്നെ അമ്മയുടെ പുള്ളിയുടെ ചേട്ടത്തിയുടെ മാനാന്നേ ഈ എൻ്റെ പെങ്ങളെ കിട്ടുന്നത്. ഇപ്പം പറയുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യയുടെ അന്നിപ്പം ഇവിടെ കല്യാണത്തിന് മുമ്പ് പിന്നെ ഒരു ബന്ധവുമില്ലല്ലോ. ഇല്ല. അപ്പം അവർ പിന്നെ താമസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കൊടുത്ത് ഞാനിവിടെ പിന്നെ കുറച്ച് നാൾ താമസിച്ചു സ്വന്തമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ അവർ നമ്മളിവിടെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ പോയി. പിന്നെ ഞാൻ തനിച്ചായി. ഈ തനിച്ചായി എന്ന് പറയുന്ന സമയത്ത് ഒരു 18 വയസ്സിലേക്ക് കയറുക അല്ലേ? 18 വയസ്സിലേക്ക് പോവാം. അതായത് 18 വയസ്സ് പൂർത്തിയായില്ലേ വളർത്തും കൊടുക്കുമ്പോഴേ. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മളിവിടെ കച്ചവടം തുടങ്ങിയതായിട്ടാണ്. അതെ. അതായത് നമ്മൾ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാണല്ലോ. അതെ. അത് ഇതിൻ്റെ സംഭവം ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, ബംഗ്ലാ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കക്കുഴിപ്പറമ്പ് അല്ല, അത് കല്യാണം നേരത്തെ തന്നെ അവരുടെ ഏർപ്പാടൊക്കെ നടത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ബൈക്കുന്നത് പോലെ ഇടയ്ക്ക് വരുമ്പം ആ കക്കുഴിപ്പറമ്പ് മുഴുവൻ ഗ്രാവലെടുക്കാൻ കൊടുത്തിട്ട് അത് ഞാൻ വരുമ്പോൾ ഇതെല്ലാം കുഴിയും കൂനായിട്ട് കിടക്കുക. നമ്മുടെ സ്വന്തം പേരിലുള്ള സ്ഥലം, ഈ പറഞ്ഞ സ്ഥലം, ഇപ്പം ഞാൻ ഒരു സ്വാമി കൊടുത്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ തോട്ടം താഴത്തെ മണ്ണ് അവിടെ നിന്ന് കൊണ്ടിരുന്നത് ഗ്രാവലി. അല്ല, പിന്നെ വടക്കപ്പുറത്തെ പുള്ളിക്കാരൻ കൊടുത്തു. ഇവിടെ മൂത്ത മകളുണ്ടാക്കി കഴിഞ്ഞപ്പം ആ പ്രസവത്തിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് പുള്ളി കൊടുത്ത എന്നെ അറിയിക്കാതെ കൊടുത്തത്. അതിൻ്റെ പേരുള്ള സ്ഥലം വേറെ ആൾക്ക് അല്ല, സ്ഥലം കൊടുത്തില്ല, ഗ്രാവൽ എടുപ്പിച്ചിട്ട് ആ കാശ് പുള്ളിക്കാരത്തി ആൾക്ക് കൊടുക്കാനായിട്ട്. അല്ല, ആർക്കും കൊടുത്തില്ല. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇതെല്ലാം കുഴും കുന്നിയാറ് കിടപ്പുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വന്നപ്പം ഈ വറിയിപ്പാനൊക്കെ ഒരു സെറ്റാണ് അവിടെ, 3-4 സെറ്റുണ്ട് നമ്മുടെ ഗ്രാവൽ പണിക്കാർ. അതിവിടെ നിന്ന് മണ്ണ് കൊണ്ട് വന്നിട്ടാവുന്നവർ ഈ പിന്നെ അക്കരപ്പാടംകാർ വള്ളക്കാരാണ് ഇവിടെ തോട്ടം താഴെ വന്ന് എല്ലാം കയറ്റിക്കൊണ്ട് വന്ന് 8-10 വെള്ളം വരും. അത് കായും പോലായിട്ട് വെള്ളം ഇത് കയറ്റിയാണ് കൊണ്ടുവന്ന് ഇവിടെ ഗ്രാവലായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചുമന്നിടുമ്പോൾ ഇവിടെ നിന്ന് തള്ളി കൂട്ടിക്കിട്ട് അതാണ് ഒരു അങ്ങോട്ട് ഇടുന്നത്. അത് പിന്നെ അവർ കയറ്റിക്കൊണ്ട് പോകും. അപ്പം അത് ഞാൻ വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ കൂനയും കുഴിയായിട്ട് കിടപ്പുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് അവിടെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നാലും ഒരു പണിതുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ പടയിലേക്ക് ഇറങ്ങി ചെന്നു. 10 രൂപ പേരുണ്ട്, കയറി പോടാൻ മുമ്പേ കയറി ഇറങ്ങി ചെന്നു. കൊച്ചാ ഇവരെല്ലാം ഭാഗത്തും കൂന്താലും ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ തൊട്ട് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും ദൈവത്തിനെ ഒന്നും ചെയ്തില്ല, അന്നേരം നിർത്തിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തുടങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്തില്ല, അത് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ സ്ഥലം നമ്മുടെ മുള കുഞ്ഞോന അന്ന് ഇവിടെ സെക്രട്ടറി SNDP വെളുത്ത ശങ്കുച്ചോൻ, മറ്റം ശങ്കുച്ചോനാണ് പ്രസിഡന്റ്. അന്ന് പെരുന്തുരുത്തും മറ്റും എല്ലാം കൂടെ ഒറ്റ യൂണിയനേ ഉള്ളൂ. അപ്പം ഇവരെന്നോട് ഇത് തന്നേക്കാമെന്ന് ചോദിച്ചു സ്ഥലം ആരാ ഉത്സവയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ പാടെ ബുദ്ധിമുട്ടായി. അവർ വില പറഞ്ഞ് 1665 രൂപ. എത്ര സെൻറ്റ് സ്ഥലം? 57 സെൻറ്റ് സ്ഥലം. 1665 രൂപ. വലിയ തുകയാ. വലിയ തുകയാ. 1000 രൂപ എന്ന് പറയാൻ വലിയ തുകയാ. ബാക്കി 665 രൂപ 500 രൂപ എന്നാൽ പിന്നെ കോട്ടയം ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കുണ്ട് അവിടെ വൈക്കത്ത്. ഇപ്പോഴും ഉണ്ടെന്നാണ് വന്നത്. കുട്ടിപ്പറമ്പിൻ്റെ ഒക്കെ ഒരു കടയുണ്ടല്ലോ എൻ്റെ പുറത്ത്. പോയിട്ട് 165 രൂപ ബാലൻസ് ഉണ്ട്. 165 രൂപ ഇങ്ങോട്ട് മാറി നേരെ ഓപ്പോസിറ്റ് ശങ്കരാചാര്യ എന്ന് പറഞ്ഞ കടയുണ്ട്, സ്വർണ്ണക്കട. അന്നത്തെ കാലത്ത് അവിടെ നിന്ന് കയറി
ഒരു പവൻ്റെ ഒരു മാലയും ഒരു പവൻ്റെ ഒരു മോതിരവും വാങ്ങിച്ചു. അതിന് രണ്ടും കൂടെ കൂടി 105 രൂപയായി പണിക്കൂലി സഹിതം. പോയിട്ട് 60 രൂപ ബാക്കിയുണ്ട്. ആ 60 രൂപയും കൊണ്ട് ഞാൻ പോന്നു. 60 രൂപയും കൂടെ വന്നിട്ട് കച്ചവടം കാണാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് അന്ന് നമ്മുടെ വീടൊക്കെ അന്നേരം ചോരുന്നുണ്ട്, കെട്ടിയിട്ടൊന്നുമില്ല. സാറിനെ ഒഴിവായി കഴിഞ്ഞ് ഒരു ഇരുപത്തോളം ചുമ്മാ കിടന്നു. കൊച്ചപ്പെടുന്ന പറഞ്ഞ പുള്ളി അവിടെ താമസിച്ചു, ചുമ്മാ താമസിക്കായത്. അവരുടെ വീട് അവിടെ മോശമായിട്ടൊന്നും ഇവിടെ കിടത്താൻ. അത് കഴിഞ്ഞ് പിന്നെ പെര കെട്ടണം, കാശിന് മാർഗ്ഗമില്ല. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി, ഇടയ്ക്കൊന്ന് പോയി. അവിടെ ചെന്ന് അച്ഛനോട് ലോഹിയായി. അച്ഛനോട് വരുമൊക്കെ ചെയ്ത് ഒരാഴ്ചയോട് വിളിച്ചോളും, ഞാൻ വരുത്തുകയൊക്കെ ചെയ്ത്. എൻ്റെ കയ്യിലെ പോക്കരത്തരം കൊണ്ടല്ല ഈ കുഴപ്പം സംഭവിച്ചു പോയത്. പിന്നെ പുള്ളിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ചള്ളു വർത്താൻ പോക്കരത്തരം. അപ്പം എന്നോട് പറഞ്ഞ ഓലയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്, മടഞ്ഞു വെച്ചിട്ടുണ്ട്, നീ വെള്ളത്തെ വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അന്ന് വെള്ളം ഇവിടെ 1 രൂപ 10 വെള്ളം നമ്മുടെ വടക്കപ്പുറത്തെ അന്ന് വെള്ളം കല്യാണം കഴിച്ചിട്ടില്ല. പുള്ളിക്ക് കൊച്ചിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. വെള്ളം പുള്ളിക്കുണ്ട് 1 രൂപ 10 വെള്ളം. ഞാനവിടെ ചെന്ന് പറഞ്ഞു, കൊച്ചേട്ടാ എന്നെ പോലെ വെള്ളം ഒന്ന് വേണമെന്ന് പറഞ്ഞു. എന്തിനാടാന്ന് ചോദിച്ചു. നീ ഏതാ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ അറിയുന്ന നമ്മളിവിടെ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു കക്കുഴി കുഞ്ഞേപ്പിൻ്റെ മാനാന്ന് പറഞ്ഞു. നീ എവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു വയ്ക്കത്തായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് വീട് കെട്ടണം, ഇങ്ങോട്ട് താമസിക്കാൻ പോകും അവിടെ. അപ്പോൾ വെള്ളം നാളെ ഒന്ന് കൂലിക്ക് വേണമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരൻ നീ വെള്ളം കൊണ്ട് ആരാ ഊന്നാ? ഞാൻ പറഞ്ഞു ഊന്നാനൊക്കെ ആളുണ്ട് എന്ന് പറഞ്ഞു. കൂലിയൊക്കെ വൈകുന്നേരം കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞു, കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ വെള്ളം കൊണ്ടാൽ ആളെ വിളിക്കാനുണ്ടോ, കാശ് വല്ലതും ഉണ്ടോ? വള്ളത്തെ കയറിയിട്ടൊന്നുമല്ല, വെള്ളം എന്നാ നമുക്കറിയാം, ഭൂമിയിട്ട് തൊട്ടിട്ടുമില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് ചെന്ന് അവിടെ ചെന്ന് കഴുക്കൂരൊക്കെ മേടിച്ച് അതിൻ്റെ തലയ്ക്കൊരു കയറി ഇട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് വരമ്പക്കൂടല്ലേ ഉണ്ടിക്കൊണ്ട് പോകാം, ഒരാൾ ഊന്നും ഒരാൾ വലിക്കും, ഇങ്ങനെ ഞങ്ങൾ എളുപ്പത്തിന് പോകുന്നതേ. വേറെ ഊന്നാനും പിടിക്കാമെന്ന് ആരുമില്ല, ഞാൻ മാത്രമല്ല. ഞാൻ വെള്ളം ഊന്നിയിട്ടുമില്ല. രാവിലെ ഇവിടെ നിന്ന് ഇവിടുന്ന് വെണ്ണാറ് നമ്മൾ കഴിഞ്ഞ് വല്ലകത്ത് നിന്നിട്ട് വല്ലകത്ത് പിന്നെ പാലത്തിൻ്റെ അവിടെ നിന്ന് ആ തോട് വഴി പെരിഞ്ചൽപ്പാടെന്ന് പാടണം. ആ പാലത്തിൻ്റെ അവിടെ പോയി ചെല്ലണം, ഈ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് ചെല്ലണം വരി. അവിടെ നിന്ന് ഒരു കുറച്ചുകൂടെ 4 ഓല മേടിക്കാൻ ചുമന്ന് കൊണ്ട് വെക്കണം. അപ്പോൾ വയ്യൊക്കെ എനിക്കറിയാം, നമ്മുടെ അത് ആവശ്യമല്ല ഇത്ര കാലം. ഇവിടെ നിന്ന് എടുത്ത് വെള്ളത്തെ അങ്ങ് ഊന്നാൻ തുടങ്ങി. പറന്തിരുത്ത് കഴിഞ്ഞ് അവിടം വരെ ഞാൻ അറിയാം. പാലച്ചോട് വരെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വഴി അങ്ങോട്ട് അറിയാൻ പാടില്ല. പിന്നെ ആൾക്കാരോട് ചോദിക്കും പിടിക്കോ, ഇങ്ങനെ വനത്തിൻ്റെ വരമ്പ് വഴി ഇങ്ങനെ പോയി. അപ്പം വെള്ളം വരമ്പയിട്ട് തള്ളാന്ന് പറഞ്ഞാൽ തള്ളുമ്പം വെള്ളം അകന്നു പോകും, എനിക്കറിയാൻ പാടില്ല. കാരണം ഊന്ന് നിൽക്കൊണ്ട് തന്നെ അത് ഊന്നറിയാൻ മേല. അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഊന്നി തന്തി കഴിഞ്ഞ് അവിടെ ഞാൻ ചെന്ന് വല്ലാത്ത കഴിഞ്ഞ് ചോദിച്ചും കേട്ടോ അവിടെ ചെമ്പോൾ തളർന്നു പോയി. പാടെ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. ഇല്ല എന്നാ കഴിക്കാൻ അതിന് പൈസ ഉണ്ടോ കൈ? അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് വെള്ളം അവിടെ കൊണ്ടിട്ട് വീട്ടിൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിന് വെള്ളമൊക്കെ വേണം തന്നു. അപ്പോൾ ഞാൻ എൻ്റെ പിറ്റേ ദിവസം അവിടെ താമസിച്ചു. എൻ്റെ പിറ്റേ ദിവസം പുള്ളി ഓലയൊക്കെ ഒന്ന് കയറ്റി വെച്ചിട്ട് അവിടെ നിന്ന് ഒരാളെയും കൂടെ കൂട്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ അവരോട് കൊണ്ടുവന്ന് പെര കെട്ടി കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് കച്ചവടം തുടങ്ങാനുള്ള പ്ലാൻ അങ്ങോട്ട് ഇരുന്നത്. അപ്പം നമ്മുടെ ഈ 17 രൂപയുണ്ട്, ബാക്കി 17 രൂപ കയ്യിരിപ്പുണ്ട്. അല്ല 60 രൂപ. 60 രൂപ. 60 രൂപ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഒരു ദിവസം രാവിലെ അങ്ങ് പോയി. ലിസ്റ്റൊന്നും കുറിച്ചെടുത്തൊന്നുമില്ല. ഇവിടെ നമുക്ക് കച്ചവടത്തിനായിട്ടുള്ളത് പിന്നെ തൊടവും നാഴി കുറ്റി ഇതൊക്കെ ഉള്ളൂ. വേറെ ത്രാസ് ഇതെല്ലാം ഉണ്ട്. വേറെ ഉള്ള എല്ലാം സാധനം ഒരു കച്ചവടം നടത്താനുള്ള ഇത്രയും സാധനം നമ്മുടെ കയ്യിലുണ്ട്. പലവ്യഞ്ജന സാധനമൊക്കെ മേടിച്ചാൽ മതി. അപ്പോൾ അച്ചാച്ചനുള്ള കാലത്ത് അവിടെ പഴയവർക്കെന്ന് പറഞ്ഞ ഒരു കട, പഴയ കാലത്തുള്ള കടയാണ് അവർക്ക്, ഇപ്പം ഇല്ല. അവിടെ നിന്ന് പറ്റുപടിയും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് വലിയ കാര്യമായിരുന്നു. ഞാൻ പുള്ളിക്കാരനെ ചെന്ന് കണ്ട് ഞാൻ പറഞ്ഞ പെരുന്തിരിത്തിൽ നിന്ന് വരുക അക്കുഴി ഔസേപ്പിൻ്റെ മകനാ. നീ എന്തിനാ ഒന്ന് ഞാൻ പറയുന്ന പോലെ കച്ചവടം തുടങ്ങാനായിട്ട് പ്ലാനുണ്ട്, അച്ഛൻ്റെ സാധനമൊക്കെ ഇപ്പോൾ തുടങ്ങാനാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കൊരു സന്തോഷമായി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടതൊക്കെ ഒന്ന് ചേട്ടൻ കുറിച്ച് തന്നോ. പുള്ളിക്കാരൻ എൻ്റെ ലിസ്റ്റ് എടുത്ത് എല്ലാം എടുത്ത് ഞാൻ പോയി ഒരു വലിയ കൊട്ടയം മേടിച്ചുകൊണ്ട് വന്നു. അരമ്പഴി ചന്തവൂസ കൊട്ടം മേടിച്ചുകൊണ്ട് വന്ന് പുള്ളിക്കാരൻ ഇഷ്ടം പ്രകാരം എല്ലാം ഉണ്ടാക്കി തന്ന് എല്ലാം കൂടെ കൂട്ടി പിടിച്ച് വന്നപ്പോഴത്തേക്കും 32 രൂപ ചില്ലറയായി. ഒരു കൊട്ട നിറഞ്ഞ നേരം പലചരക്കിൻ്റെ ഏതാണ്ടൊക്കെ ഒരു കൊട്ട സാധനം. ഒരു കൊട്ട സാധനം. അത് പലചരക്കടയെന്ന് പറഞ്ഞാൽ ഒരുമാതിരിയുള്ള എല്ലാ ഐറ്റംസും 32 രൂപ. അപ്പോൾ ഇവിടെ നിന്ന് കോരക്കുള്ളിലെ മത്തായിച്ചേട്ടൻ അന്ന് ആ കാലത്ത് കടയുണ്ട്.
അതെവിടെയാണ് കട ഇരിക്കുന്നത്? അത് നമ്മുടെ പിന്നെ ഇപ്പം നമ്മുടെ അവൻ്റെ കടയില്ല, ജോസിൻ്റെ വീടിൻ്റെ അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങേ സൈഡിലാണ്. അത് ഒത്തിരി കാലം ഉണ്ടായിരുന്നു പഴയ. മനസ്സിലായില്ല. ജോസില്ല, നമ്മുടെ മാരിയാണ്ട മാൻ ജോസ്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കോരക്കുടിക്കാരൻ പറമ്പി. കോരക്കൂട്ടിൽ നമ്മുടെ ഈ തോമായുടെ ഒക്കെ അപ്പൻ്റെ ചേട്ടനാണ് ഈ പറഞ്ഞ കോരക്കുടി ചേട്ടൻ. വഴിയുണ്ടോ? ആ വഴിയുണ്ട്, അതിലെ ഉണ്ടല്ലോ ആ വഴി. പിന്നെ അതിലെ വന്നാൽ അതിലില്ല, വേറെ വഴിയില്ലോ. വേലന്മാരുടെ ആ വഴിയുള്ളൂ അങ്ങോട്ട്, വേലന്മാരുടെ തൊണ്ട് വഴി ഒന്ന് പാർച്ചേരി താഴെ, അതാ ഒരു വഴിയേ ഉള്ളൂ, വേറെ വഴി ഇപ്പുറത്തൊന്നും. ആ തൊണ്ട് വഴി, അതേ ഉള്ളന്ന് വഴിയുള്ളൂ. അന്നല്ലേ പ്ലാഞ്ചോണ്ട് ചീര എന്നൊക്കെ പറഞ്ഞില്ല നമ്മുടെ പോലീസിലായപ്പോൻ്റെ അവരാ പ്ലാഞ്ചോണ്ട് കിടന്നാ ചീര എന്ന് തോന്നുന്നത്. അപ്പം എന്നോട് പുള്ളി പറഞ്ഞു, എടാ ഇന്നും മത്തായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, കുറക്കുള്ളിലെ വള്ളത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ അപ്പോൾ ഉപകാരമായല്ലോ എന്ന് പറഞ്ഞു. പുള്ളി ആ വെള്ളത്തെ വെച്ചുകൊണ്ട് സാധനം ഒക്കെ ചെന്ന് ഇവിടെ വെള്ളത്തെ ഇവിടെ കടയിൽ കൊണ്ടു തന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒരു ഇനി പിന്നെ അടുത്തതായിട്ട് പിന്നെ എൻ്റെ കൈനീട്ടം വെക്കണം. ഉക്കാടകനെ തിരക്കി ഇങ്ങനെ. അതപ്പം ഒരു കൊട്ടയിൽ തന്നെ സാധനം ഇരിക്കുക? അല്ല, കൊട്ട നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു, വെള്ളത്തെ എടുത്തുകൊണ്ട് ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോകും. കൊണ്ട് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെയാണ്. അപ്പം ഞായറാഴ്ച ഞാനിവിടെ ശനിയാഴ്ച സാധനം കൊണ്ടുവരുന്നത്, അല്ല തിങ്കളാഴ്ചയാണ് കൊണ്ടുവരുന്നത്. പിന്നെ ബുധനാഴ്ച വ്യാഴാഴ്ചയാണ് കച്ചവടം തുടങ്ങുന്നത്. അപ്പം ഇത് കൈനീട്ടം നമ്മൾ ഉദ്ഘാടനം ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും പ്രായം ചെന്ന തള്ളയായിട്ട് ഇവിടെ ഈ തേവമൂപ്പൻ്റെ ഒരു തള്ളയുണ്ട്, അഴീപ്പലക്കളി എന്ന് പറയും. പുള്ളിക്ക് അന്നൊരു 10-80 വയസ്സുണ്ട് പുള്ളിക്കാരത്തിക്ക്. തേവമൂപ്പൻ്റെ അമ്മയുടെ അമ്മയാണ്. ഞാനൊരു ദിവസം അവിടെ ചെന്ന് അതൊന്ന് പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ അവിടെ ജീവിക്കുന്ന വിവേകിൻ്റെ അച്ഛൻ്റെ അമ്മ. അപ്പം പുള്ളിക്കാരൻ 10-80 വയസ്സുണ്ട്, അത്രേ ഉണ്ട്. അപ്പം പുള്ളി ചെന്ന് കഴിഞ്ഞ് നമ്മൾ മുതിക്കിന്നാണ് വിളിച്ചത്. മുതിക്ക് എന്നാളാ വെച്ചാന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ പോലെ കച്ചവടം തുടങ്ങണം, ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടനമല്ല, കൈനീട്ടം വെക്കണമെന്ന് പറഞ്ഞു. എന്നൊന്ന് പറഞ്ഞു. അപ്പം ചോദിച്ച് പിടിച്ച പുള്ളിക്കാരത്തി അന്നേരം ഇവിടെ അച്ഛൻ പണ്ട് കച്ചവടം ഉണ്ടായിരുന്നല്ല, പുള്ളിക്കാരൻ ഒരു കാര്യമായി. പുള്ളിക്കാരത്തി രാവിലെ ഒരു വട്ടിക്കകത്ത് കുറച്ച് നെല്ലെടുത്ത് അതാ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്ന് കൈനീട്ടം വെച്ചു. കൈനീട്ടം സാധനമൊക്കെ മേടിച്ച് വെച്ച് നെല്ലൊക്കെ തന്നു. അല്ല, സാധനം നെല്ല് പകരം സാധനം കൊടുത്തു. അതാ കൈനീട്ടം. വേറെ കാശ് വളരെ കുറവല്ലേ. ആദ്യം കൊടുത്ത് വെളിച്ചെണ്ണയാണോ മറ്റോ ഇങ്ങനെ പറഞ്ഞു കേട്ടു? അല്ല, അത് വെളിച്ചെണ്ണ വന്നപ്പോഴത്തേക്കും ചോർപ്പില്ല, വെളിച്ചെണ്ണ ആവശ്യപ്പെട്ടു. എല്ലാ സാധനം പുള്ളി മേടിച്ചോ, എന്നാൽ ചോർപ്പില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ വാതിൽക്കുന്ന ഒരു പ്ലാവിൻ്റെ ഇല എടുത്ത് ഇങ്ങനെ കൊട്ടിയിട്ട് ഈർക്കിൽ കുത്തിയിട്ട് മൂട് കണ്ടിച്ച് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തൊടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്ന് ഇതല്ലല്ലോ, തൊടല്ലേ ഇപ്പം അല്ല മറ്റേ സാധനം. അങ്ങനെ പുള്ളിക്കാർ കൈനീട്ടം വെച്ചു. അങ്ങനെ ആ കച്ചവടം ഉദ്ഘാടനം ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് കിട്ടിയ സാധനം കൊണ്ട് പിന്നെ അതിനെ പോയി സാധനം എടുത്തോണ്ട് വന്നു. പിന്നെ കുറച്ചായിട്ട് പരിപാടി ഞങ്ങൾ തുടങ്ങിയില്ലേ. പിന്നെ നമ്മൾ ആഴ്ച പോവും, രണ്ട് പ്രാവശ്യം പോവും. ഇവിടെ നിന്ന് നേരെ പോകാൻ നീണ്ടൂരിന്ന് വഴി പോയി. കടത്തുള്ള സമയമാണെന്നൊരു പിന്നെ വരമ്പ് കൃഷിയില്ലാത്ത സമയമാണെന്ന് നേരെ അങ്ങ് പോകാം. അതല്ലെന്ന് വരി വരമ്പ് ചുറ്റി പോകണം. മുഴക്കാലിയുടെ വരമ്പൊക്കെ അപ്പുറം ചുറ്റിക്കറങ്ങി അതിനുമ്പോഴൊന്ന് കൊട്ട തലയെ വെച്ചെന്നാൽ നീണ്ടൂർ കൊണ്ട് താത്തും. നീണ്ടൂരിൽ നിന്ന് തലയെ പിടിച്ചെന്നാൽ പെരുത്തി കൊണ്ട് താത്തും. അങ്ങനെ നോക്കണത്. ഞാൻ കച്ചവടം തുടങ്ങുമ്പോൾ 17 വയസ്സാണോ 18 വയസ്സായി. 18 സമയത്താണ് സ്ഥലം കൊടുക്കണത്. 1952 കച്ചവടം തുടങ്ങി. 72 വർഷമായി ഇപ്പോൾ കച്ചവടം തുടങ്ങിയിട്ട്. 72 അതെ. എന്നിട്ട് കച്ചവടം തുടങ്ങി. കച്ചവടം പിന്നെ വെച്ചടി വെച്ച് കയറുക. ആ കഥ എങ്ങനെയെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഒരാഴ്ച പിന്നെ കച്ചവടം വിറ്റ് കഴിയുമ്പോഴത്തേക്കും സ്റ്റോക്ക് നോക്കും, ലാഭം നോക്കും, പരിപാടി നോക്കും. അങ്ങനെ അപ്പം നമ്മളന്ന് തീരുമാനം എടുത്തു, ഒരു ദിവസം 1/2 രൂപ ചിലവാക്കുള്ളൂ. ഒരു ദിവസം ആകെ 1/2 രൂപ, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് എല്ലാം കൂടെ കൂടി ഭക്ഷണ ചെലവ്. വേറെ ഒരു ചിലവും ഇല്ലല്ലോ. അങ്ങനെ 3 കൊല്ലം ആ രീതിയിൽ തന്നെ പോയി. അതിരമ്പുഴയ്ക്ക് എങ്ങനെയാണ് പോണത്? അതിരമ്പുഴയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്? നടന്നു പോകും. എങ്ങനെ? ഈ ഇതിലേക്കൂടെ കൂടി എളുപ്പവഴി പാളം കൃഷിയുള്ള സമയമാണെങ്കിൽ നേരെ വരമ്പുഴ തന്നെ പോകാം. ആയിരവേലി ചെന്ന് കയറി അവിടെ നീന്തി കയറി വഴി അല്ലേ? അത് നാളെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. കൊട്ടയായിട്ട് പോകും. കൊട്ടയ്ക്കകത്തൊക്കെ കൊണ്ടുവരും. അതാകുമ്പം അവിടെ നിന്ന് ആദ്യം നേരെ ഇങ്ങോട്ട് പോരും. അത് കഴിഞ്ഞ് ഇവിടെ ആകുമ്പോഴാണ് മുടക്കാല് ഇവിടെ കൊട്ട തല കയറി ഇടയ്ക്ക് താത്തുവോ അതോ ഇവിടെ നീണ്ടൂർ താത്തും. നീണ്ടൂർ എന്നാ ചായ അവിടെ നീണ്ടൂർ വന്ന് കുടിക്കും. ചായ ഉണ്ട്. എന്നിട്ട് നമ്മുടെ കൂട്ടുകാർ ഒന്ന് പൊട്ടൻ രാമച്ചാർ
ഒന്ന് പിന്നെ ഒറ്റൂർ നീലാണ്ടപ്പിള്ള, ഒന്ന് വെള്ളാരം കുഞ്ഞിയപ്പേട്ടൻ. ഇവർ 3 പേരാണ് നമ്മുടെ കൂട്ടം. വളരെ 10-70 വയസ്സുള്ളവരായിരുന്നു. അവർ 3 പേർക്കും കൂടെ കച്ചവടമുണ്ട്. പിന്നെ ഞാനാ പയ്യൻ. നമ്മൾ ഇവരുടെ കൂട്ടത്തിൽ കൂടും, അവർ കൂട്ടത്തിൽ കൂടും. ഒന്നിച്ചോട് പോകുന്നതും വരുന്നതല്ല ഒന്നിച്ചാണ്. അവിടെ നിന്ന് അവിടെ നീണ്ടൊരു മേരി എന്ന് പറഞ്ഞ ഒരു ചായക്കടയുണ്ട്. മേരിയുടെ ഒരു കട എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് അവിടെ വന്നാൽ ചായ ഇവിടെ വലിയ ഇഷ്ടമാണ്. അവിടെ പുട്ടും ഒക്കെ അവിടെ നിന്ന് പയറും കൊട്ടരയൊക്കെ ഉണ്ട്. കൊട്ടയുടെ നേതാ ഇവിടെ കൊണ്ടുവന്ന് താത്തിയിട്ട് അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ പിന്നെ ഇങ്ങോട്ട് പോരും. പിന്നെ എല്ലാവരും വള്ളത്തെ പോകാൻ പോകാൻ തുടങ്ങി. പിന്നെ ഈ കച്ചവടം തുടങ്ങിയ സമയത്തെ ഈ വീട്ടിൽ അന്നേരം ഭക്ഷണം എങ്ങനെയാ തന്നെത്താൻ ഉണ്ടാക്കണോ? തന്നെത്താൻ ഉണ്ടാക്കും. അതിനാ നമ്മുടെ സ്പെഷ്യൽ വേറെ കറിയൊന്നും രാവിലെ ചോറ് വെച്ചാൽ അരി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒന്നാം തരം കറിയാണ്. മുളകും ഉള്ളി തിരുമ്പി പൊട്ടി അല്ലല്ല, അത് എണ്ണയ്ക്കകത്തിട്ട് ചൂടാക്കും. ചൂടാക്കി അല്ലെങ്കിൽ ചുട്ടെടുത്തിട്ട് ഇടിക്കും. ഇടിച്ചിട്ട് വാളംപുളിയും കൂടെ കൂട്ടി പിഴിഞ്ഞ് ഉപ്പും കൂടെ ഇട്ട് തിരുമ്പോൾ ഒന്നാമതും ഭക്ഷണം ഇപ്പോഴും വരണം. അത് ചൂടാൻ അങ്ങനെ അത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ. എല്ലാ ഒരു ഏർപ്പാടും ഇല്ലായിരുന്നു. ഇല്ലല്ല, അത് ഉണ്ടാക്കാൻ ആളുണ്ട്. ഞാൻ തന്നെ ഉള്ളൂ. അത് കാലത്ത് അതൊക്കെ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല രാവിലെ ചായ കുടിക്കും പോയി. ഒരു ചായ, ഒരു ദോശ, അല്ല 2 ദോശ. ഇവിടെ നമ്മുടെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു കട. അന്ന് കേശൻ ജോൻ വരെ കട ഉണ്ടായിരുന്നു. കേശൻ ജോൻ ഇവിടെ ഈ മൂല അല്ലല്ല, ഈ കൊച്ചുവേലിക്കകത്തെ പറമ്പിലുണ്ടായിരുന്നു. ഈ മൂലയ്ക്ക് ഉണ്ടായിരുന്നു കേശൻ ജോൻ, ചട്ടൻ കേശൻ ജോൻ. അവിടെയായിരുന്നു ഞാൻ കച്ചവടം തന്ന കാലത്ത്. എന്നിട്ട് പുള്ളി നമ്മുടെ കണ്ടക്കോക്കാരൊക്കെ വരുവാൻ ചെയ്യണത്. അത് കഴിഞ്ഞ് പപ്പനാവളം തുടങ്ങി. പിന്നെ ചാഴികൃഷ്ണൻകുട്ടി തുടങ്ങി. നമ്മളെ തുടങ്ങിയത്. പിന്നെ ഇതിനിടയ്ക്ക് കച്ചവടം വന്നു. നമ്മൾ തന്നെ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടല്ലോ, ഈ 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട കാലത്താണ് ക്ഷേത്ര പ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. ആ കാലത്ത് അന്നാണ് നമ്മൾ ഒരു ഏകാംഗ നാടകം പോലെ പിന്നെ ഇവിടെ ഒരു നാടകം പരിപാടിയൊക്കെ നടത്തി സ്കൂളിലേ. നമ്മുടെ ഈ സ്കൂളിൽ ആദ്യമായിട്ട്. അതെ അതെ, അന്ന് അന്ന് ആദ്യം ഒരു 3 ഒരു പരിപാടി നടത്തിയത്. ഞാനും പൊട്ടം കുഞ്ഞോർക്കി എന്ന് പറയും, കൊണ്ടക്കാട്ട് കുഞ്ഞോർക്കി. പുള്ളിക്ക് ചേക്ക് ഇതുണ്ട്, അവൻ നല്ല കറമ്പനാണ്. അത് ഞാൻ അന്ന് വെളുത്ത പയ്യനാണ് അന്നേ. അപ്പോൾ ഞങ്ങളിങ്ങനെ മുതിർന്ന വിജയൻ മറ്റുമായിട്ട് അങ്ങനെ നമ്മുടെ പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം കിട്ടിക്കഴിഞ്ഞപ്പം ഒരു തിരുനാളിന് എല്ലാ വർഷവും മഹാരാജന് തിരുനാൾ ഘോഷിക്കുമല്ലോ, കർത്താവിൻ്റെ ഘോഷം. അവിടെ നമ്മൾ എന്നാലും ഈ പെരുന്തിരുത്ത എല്ലാ നാടും ചുറ്റി സ്കൂൾ അവിടെ ചുറ്റി ഈ കുടിയും കൊണ്ടും ഇങ്ങനെ പാട്ടും പാടി വഞ്ചിപ്പാട്ടും ഒക്കെ പാടി വരുമല്ലോ. അങ്ങനെ അന്നത്തെ കാലത്ത് മഹാരാജാവിൻ്റെ തിരുനാളിന്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടുന്ന ആ വർഷമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു പരിപാടി സാർമാർ നടത്തി. നാടകമല്ലെന്ന ഈ പാട്ടായിട്ട് ഇങ്ങനെ ഈ ഞാൻ നാടകം പാടിയില്ലേ. അതെ അതെ. ഉത്സവമാണിന്ന് കുഞ്ഞാ, നമുക്ക് ഉത്സാഹമോടങ്ങ് പോകാം. തമ്പ്രാനെ തല്ലുകയില്ലേ, മറ്റ് തമ്പ്രാക്കൾ തല്ലുകയില്ലേ. തമ്പ്രാനും തീണ്ടലും പോയി, നമ്മളെമ്പാടും ഇന്നൊപ്പമായി. ഏനറിഞ്ചില്ലൊന്നും അയ്യോ, തമ്പ്രാൻ ഓതുവതെന്തൊരു പൊയ്യോ. ദൈവം തുറന്നിട്ടതാണോ തമ്പ്ര, പാവങ്ങളെങ്ങൾ കാണോ. കാണാകും ദൈവമായി വന്നു വീണ്ടും വേണാട്ടിൽ ശ്രീപത്മനാഭൻ. പാവങ്ങൾക്ക് ആശ്രയമായി പുണ്യപാവന ധർമ്മവുമായി. ചിത്തിരത്തമ്പുരാനാണോ നാട്ടിൽ ക്ഷേത്രം തുറന്നിട്ട ദൈവം. ക്ഷേത്രപ്രവേശനം നൽകാൻ ദൈവം ചിത്രജനായി വരുന്നു. സ്തോത്രങ്ങൾ പാടിപ്പുകടുത്ത വഞ്ചി ക്ഷേത്രപ്രവേശനത്തെ വാഴ്ത്താം. പാട്ട് താളത്തിലാണ് പാടുന്നത്. പാട്ടിലാക്കി സ്തുതിക്കട്ടെ പാവങ്ങളാ ഞങ്ങളെന്നും, നാട്ടിലോണം വരുത്തിയോരന്നാദാതാവേ. മന്നിടത്തിലുള്ള മറ്റു മന്നവർക്കു മാതൃകയാം മന്നവനെ മഹാത്മാവെ തൊഴുന്നു ഞങ്ങൾ. ചക്രവാള സീമ വിട്ടും വിക്രമം പുലർത്തും ധർമ്മ ചക്രവർത്തി ചിത്രരാജൻ ജയിച്ചിടട്ടെ. തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ ചെയ്തു, തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ. ഞങ്ങൾ കുറേ പഞ്ചിപ്പാട് കുറേ ഒത്തിരിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പാടും. ഇത് അഭിനയിച്ചു. ഇത് പിന്നെ ഇവനൊരു പട്ടിയൊക്കെ തല ഇങ്ങനെ വെച്ച് ഇവനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അഭിനയിച്ചുകൊണ്ടാണ് പാടുന്നത്. ഈ പിന്നെ അങ്ങനെ ഒരു കുറച്ച് സമയം നല്ല ഇതായിരുന്നു, നല്ല കയ്യടി ഒക്കെ ആയിരുന്നു ആ കാലത്ത്.
അങ്ങനെ ആ ക്ഷേത്രപ്രവേശന വിളംബരം പിന്നെ ആ കാലം പരിപാടി നടത്തും. അതാ വായനശാലയാണ് നമ്മൾ പാടിയത് പറഞ്ഞത്.